ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കിടിലൻ ക്രൈം ത്രില്ലർ മൂവിയുമായിട്ടാണ്. മൂവിയുടെ പേര് ബ്ലൈൻഡ് സ്പോട്ട്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പലരും ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നുണ്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് രാത്രി 8 മണി സമയത്ത് ദിവ്യ എന്ന് പറയുന്ന പെൺകുട്ടി തന്റെ കുട്ടിയുമായിട്ട് വീടിന്റെ ഒരു ജനലരികിൽ ഇരിക്കുന്നതാണ്. അവൾ ആകെ ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുകയാണെന്ന് അവളുടെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അവളുടെ ഹസ്ബൻഡ് ജയറാം ആകട്ടെ റെഡിയായി എവിടേക്കോ പോകാൻ തുടങ്ങുന്നു. അതുകൊണ്ട് ദിവ്യ ആകട്ടെ അയാളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുന്നു. നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ആരുടെ കൂടെ കിടക്കാനാ പോകുന്നത്? ഇന്ന് ഏത് സ്ത്രീയാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന്. ജയറാമിന് പല സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ ദിവ്യ ദിവസവും ഇയാളുമായിട്ട് ഇങ്ങനെ വഴക്കിടും. എന്നാൽ ദിവ്യ ചോദിക്കുന്ന ഒന്നിനും ജയറാം ഒരു അക്ഷരം പോലും വേണ്ടിയില്ല. വീട്ടിലുള്ള ഫർണിച്ചറിനെ പോലെയാണ് അയാൾ തന്നെയും കാണുന്നതെന്ന് പറഞ്ഞിട്ട് ദിവ്യ വേണ്ടി ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അയാളാകട്ടെ തന്റെ പേഴ്സിൽ നിന്നും ഒരു കാർഡ് എടുത്ത് വെക്കുന്നു. നീ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാൻ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്നത്. എന്നാൽ ദിവ്യ വീണ്ടും അയാളുടെ പിറകെ നടന്ന് ഓരോന്ന് പറയാൻ തുടങ്ങി. ആ സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ലക്ഷ്മി ആകട്ടെ അവളോട് പറയുന്നുണ്ട്, മാഡം വഴക്കുണ്ടാക്കാൻ നിൽക്കേണ്ട എന്ന്. ലക്ഷ്മി അങ്ങനെ പറഞ്ഞത് ദിവ്യക്കൊട്ട് ഇഷ്ടപ്പെടാത്ത കാരണം ദിവ്യ വന്ന് ലക്ഷ്മിയുടെ മുഖത്തടിക്കുന്നു. ലക്ഷ്മിയെ ദിവ്യ അടിക്കുന്ന കണ്ടിട്ട് ദേഷ്യം വന്ന ജയറാം ആകട്ടെ ദിവ്യയുടെ മുഖത്തടിക്കുന്നു. അയാളെ തന്നെ അടിക്കുകൂടി ചെയ്തതോടെ ദിവ്യ ആകട്ടെ കുഞ്ഞിനെ അവിടെ തന്നെ കിടത്തിയിട്ട് മുകളിലേക്ക് കയറിപ്പോയി. ജയറാം ഏതോ മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവുകയും ചെയ്തു. സമയം ഏകദേശം 2 മണി ആയിട്ടുണ്ടാകും. കുഞ്ഞാകട്ടെ ഉറക്കമുണർന്നു കിടന്ന് കരയാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞിനെ താഴെയിട്ട് ദിവ്യ മുകളിലേക്ക് പോയതാണല്ലോ. ലക്ഷ്മി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദിവ്യയുടെ റൂമിലേക്ക് ചെന്ന് കുറെ തവണ വിളിച്ചെങ്കിലും ദിവ്യ വാതിൽ തുറന്നില്ല. ഒടുവിൽ ലക്ഷ്മിയാകട്ടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നതും കാണുന്നത് ദിവ്യയെ തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്നതാണ്. പേടിച്ചുപോയ ലക്ഷ്മിയാകട്ടെ പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കുന്നു. അങ്ങനെ നമ്മുടെ നായകനായ പോലീസ് ഓഫീസർ വിക്രമും കോൺസ്റ്റബിളായ രാംബാബുവും ചേർന്നിട്ടാണ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വരുന്നത്. ഫോറൻസിക് ടീമിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. നല്ല മഴയായത് കാരണം അവർ വരാൻ ലേറ്റ് ആകും. വിക്രം ദിവ്യയുടെ റൂമിലേക്ക് ചെന്ന് അവിടെ എല്ലാം തന്നെ പരിശോധിക്കുന്നു. അയാൾക്ക് നിലത്തു നിന്നും ചെറിയൊരു കല്ല് കിട്ടുന്നുണ്ട്. കമ്മലിലും മാലയിലും മറ്റും കാണുന്ന രീതിയിലൊരു കല്ലായിരുന്നു അത് അയാൾ എവിഡൻസ് ആയി എടുക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, കൂടുതൽ സമയം ഈ റൂമിൽ തന്നെ ആയിരിക്കുമെന്ന്. ബോഡി കാണുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് താൻ കിച്ചണിലായിരുന്നു എന്ന്. അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ പുറത്തു പോയിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നുവെന്ന്. അവളുടെ മുഖത്ത് പാട് കണ്ടിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൾ നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ജയറാമുമായിട്ട് ദിവ്യ വഴക്കിട്ടതും ദിവ്യ തന്നെ അടിച്ചതും അത് കണ്ടിട്ട് ജയറാം അവളെ അടിച്ചതും. ജയറാം എയർപോർട്ടിലേക്കാണ് പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ വിക്രമാകട്ടെ പെട്ടെന്ന് രാംബാബുവിനോട് പറയുന്നുണ്ട് നമ്മുടെ ആളെ അയച്ച് അയാളെ എയർപോർട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ. എന്തായാലും മഴയായ കാരണം ഫ്ലൈറ്റ് ഒക്കെ ലേറ്റ് ആയിരിക്കും, അയാൾ പോയിട്ടുണ്ടാകില്ല. രാംബാബു സ്റ്റേഷനിലേക്ക് വിളിച്ചും പറയുന്നുണ്ട് ഇവിടെ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെന്ന്. എന്നാൽ അത് കേട്ടുകൊണ്ട് വിക്രം പറയുന്നുണ്ട് ഇത് സൂയിസൈഡ് അല്ല, ഇത് മർഡർ ആണെന്ന്. അത് കേട്ട് ലക്ഷ്മി ഞെട്ടി. ദിവ്യയുടെ ഫാമിലിയൊക്കെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ദിവ്യ ഒരു ഓർഫനാണ്, അവൾക്ക് അങ്ങനെ ആരും തന്നെയില്ല. ജയറാമിന് റിലേറ്റീവ് ആയിട്ട് ഒരു അനിയൻ മാത്രമേ ഉള്ളൂ, അവന്റെ പേര് ആദിത്യ എന്നാണ്. അടുത്ത സീനിൽ തന്നെ ആദിത്യ കാണിക്കുന്നുണ്ട്. ഒരു NIA ഓഫീസർ ട്രെയിനി ആയിരുന്നു ആദിത്യ. NIA ടീമിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപുള്ള ട്രെയിനിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അയാൾ. അതിനിടയ്ക്കാണ് ദിവ്യ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് അയാൾക്ക് കോള് വരുന്നത്. അയാൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തി. ആദിത്യ കണ്ട ഉടനെ വിക്രം ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ രാത്രി മുഴുവൻ എവിടെയായിരുന്നു എന്ന്. താൻ തന്റെ ഓഫീസിലായിരുന്നു, താൻ ഒരു NIA ട്രെയിനിയാണെന്ന് അവൻ പറയുന്നു. ദിവ്യ എന്തിനായിരിക്കും സൂയിസൈഡ് ചെയ്തതെന്ന് ആദിത്യ ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് ഇത് സൂയിസൈഡ് അല്ല മർഡർ ആണെന്ന്. അത് കേട്ട് ആദിത്യ ഞെട്ടി. ഇതെങ്ങനെ മർഡർ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാമെന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയുന്നുണ്ട് ദിവ്യയുടെ കാലിലൊരു മുറിവുണ്ട്, ആ കാലിൽ ബ്ലഡ് പറ്റിയിട്ടുണ്ട്. എന്നാൽ അവള് ആത്മഹത്യ ചെയ്യാൻ ഉപയോഗിച്ച ഈ ചെയറിൽ ആ ബ്ലഡ് പറ്റിയിട്ടില്ല. അതിനർത്ഥം ഇവൾ ഇതിന്റെ മുകളിൽ കയറി നിന്നിട്ടില്ല. സൂയിസൈഡ് ആയിരുന്നെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ സ്റ്റോപ്പ് ആയിട്ട് ഫേസ് മുഴുവൻ ഡാർക്ക് ആയിട്ട് കണ്ടേനെ. ഇതങ്ങനെ കാണുന്നില്ല. മാത്രമല്ല സൂയിസൈഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്നൊരു ഷോളോ സാരിയോ മാത്രം എടുത്താൽ മതിയായിരുന്നു, കയറൊന്നും എടുക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല. അവളുടെ കഴുത്തിലായിട്ട് നഖം കൊണ്ട് മുറിഞ്ഞ പാടുകളും ഉണ്ട്, അതായത് ഇതിനു മുൻപ് ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നതും ലക്ഷ്മി പറയുന്നുണ്ട് ഇടയ്ക്ക് ഒരു തവണ ജയറാം സാറ് തിരികെ വന്നുവെന്ന്. തൽക്കാലം ഫോറൻസിക്കിന്റെ ആൾക്കാർ വരുന്നിടം വരെ ആ റൂം സീസ് ചെയ്യാൻ വിക്രം പറയുന്നു. അതിനുശേഷം വിക്രം ആകട്ടെ ജയറാം വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വിക്രമിന്റെ ടീമിലെ മറ്റംഗങ്ങൾ ജയറാമിനെയും കൂട്ടി അവിടേക്ക് വന്നു. തന്നെ എന്തിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്, എന്ത് പറ്റി, ഇവിടെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വൈഫ് മരിച്ചു എന്ന് പറഞ്ഞതും അയാൾ ശരിക്കും ഷോക്കായി. തൂങ്ങി മരിച്ച അവസ്ഥയിലാണ് അവളെ കണ്ടിരിക്കുന്നത്. അവൾ എന്തിന് സൂയിസൈഡ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഇത് സൂയിസൈഡ് അല്ല മർഡർ ആണെന്നാണ് വിക്രം അയാളോടും പറയുന്നത്. രാത്രി 8 മണി തൊട്ട് 2 മണി വരെ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ജയറാം പറയുന്നുണ്ട് താൻ എയർപോർട്ടിലായിരുന്നു എന്ന്. എന്നാൽ ലക്ഷ്മിയോട് വിക്രം പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി പറയാൻ. താറ് 8 മണിക്ക് എയർപോർട്ടിലേക്ക് പോയിട്ട് ഇടയ്ക്ക് ഒരു തവണ തിരിച്ചു വന്നു എന്ന് തന്നെ ലക്ഷ്മി പറയുന്നു. പക്ഷെ ഇവിടേക്ക് വന്നിട്ട് പിന്നെ തിരിച്ചു പോയത് എപ്പോഴാണെന്ന് ലക്ഷ്മി കണ്ടിട്ടില്ല. അത് കേട്ടതും ജയറാം പറയുന്നുണ്ട് അത് ശരിയാണ്, താൻ ഇടയ്ക്ക് വന്നായിരുന്നു, പക്ഷെ വന്നിട്ട് അപ്പൊ തന്നെ പെട്ടെന്ന് ഞാൻ തിരിച്ചു പോവുകയും ചെയ്തു. ഒരു ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് എടുക്കാൻ മറന്നുപോയിരുന്നു, അത് എടുക്കാൻ വേണ്ടി വന്നതാ. അത് സത്യമാണോന്നറിയാൻ നമുക്ക് CCTV ചെക്ക് ചെയ്ത് നോക്കാമെന്ന് ആദിത്യ പറയുന്നു. എൻട്രൻസിൽ ഒരു CCTV ഉണ്ട്. അവർ CCTV ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അയാൾ പറഞ്ഞത് സത്യമായിരുന്നു. ജയറാം തിരിച്ചു വന്ന് 2 മിനിറ്റ് കൊണ്ട് ഡോക്യുമെന്റും എടുത്തിട്ട് പോയി. ആ 2 മിനിറ്റ് കൊണ്ട് അയാൾക്ക് എന്തായാലും ദിവ്യയെ കൊന്ന് അവിടെ കെട്ടിത്തൂക്കിയിട്ട് പോകാൻ പറ്റില്ല. വിക്രം വീണ്ടും വന്നിട്ട് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് എത്ര മണിക്കാണ് ആ ബോഡി കണ്ടതെന്ന്. ലക്ഷ്മി പറയുന്നു 2 മണിക്കാണെന്ന്. സംഭവം കണ്ടിട്ട് ലക്ഷ്മി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരിക്കുന്നത് 2:05-നാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുന്നതിന് മുൻപോ പിൻപോ ആരെങ്കിലും നിങ്ങൾ വിളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക്
മാത്രമേ വിളിച്ചിട്ടുള്ളൂ എന്ന് ലക്ഷ്മി പറയുന്നു. അത് കേട്ട് വിക്രമിന് ഡൗട്ട് തോന്നുന്നു. കാരണം നിങ്ങൾ ശരിക്കും ഈ വിവരം ആദ്യം വിളിച്ചു പറയേണ്ടത് ജയറാമിനെയായിരുന്നു. നിങ്ങൾ എന്തോ മറയ്ക്കുന്നുണ്ടല്ലോ എന്ന് വിക്രം ചോദിക്കുന്നതും പേടിച്ച് ലക്ഷ്മി പറയുന്നുണ്ട് താൻ ആദ്യം വിളിച്ചത് ജയറാമിനെ തന്നെയാണെന്ന്. കാര്യം പറഞ്ഞതും ജയറാം ആദ്യം ഷോക്കായി. പെട്ടെന്ന് തന്നെ അയാൾ ലക്ഷ്മിയോട് പറയുന്നു, നീ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് കാര്യം പറയാൻ. ഇതാണ് ശരിക്കും നടന്നത്. എന്നാൽ ഇത് കേട്ട് വിക്രം ജയറാമിനോട് ചോദിക്കുന്നുണ്ട്, ലക്ഷ്മി ആദ്യം തന്നെ ദിവ്യ മരിച്ച വിവരം നിങ്ങളെ വിളിച്ച് പറഞ്ഞെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നിങ്ങളിത് ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അഭിനയിച്ചത് എന്തിനാണെന്ന്. ജയറാം വിക്രമിനോട് പറയുന്നുണ്ട്, ഞാനും എന്റെ വൈഫ് ദിവ്യയും തമ്മിൽ കുറച്ച് നാളായിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇന്നൊരു സാഹചര്യത്തിൽ എനിക്ക് അവളെ തല്ലേണ്ടതായിട്ടും വന്നു. എന്നോടുള്ള ദേഷ്യം കൊണ്ടോ പക കൊണ്ടോ അവൾ ആത്മഹത്യ ചെയ്തതായിരിക്കാം. അതിന്റെ പേരിൽ ഒരു കേസ് എന്റെ നേർക്ക് വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്മിയോട് പറഞ്ഞത് കാര്യം പെട്ടെന്ന് പോലീസിനെ വിളിച്ച് അറിയിക്കുന്നതാ നല്ലതെന്ന്. ജയറാം പറഞ്ഞത് ശരിയാണോ എന്ന് ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, സാർ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വിളിച്ചു പറയാൻ എന്നോട് പറഞ്ഞതെന്ന്. ഇതൊക്കെ കേട്ടിട്ട് വിക്രം ഇവരെ രണ്ടുപേരെ സംശയിക്കുന്നു. കാരണം ജയറാമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി കൂട്ടുനിന്ന് കള്ളം പറയണമെങ്കിൽ ഇവർ തമ്മിൽ സാധാരണ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല, മറ്റെന്തെങ്കിലും ബന്ധം ഉണ്ടായിരിക്കും. വിക്രമിന്റെ ആ ഊഹം ശരിയായിരുന്നു. ജയറാമൻ ലക്ഷ്മിയും തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് ലക്ഷ്മിയെ പേടിപ്പിച്ചപ്പോ അവരത് സമ്മതിക്കുകയും ചെയ്തു. നിങ്ങൾ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദിവ്യ കൊന്നതാണെന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും ഞാൻ ദിവ്യയെ കൊന്നിട്ടില്ല എന്നാണ് ലക്ഷ്മി പറയുന്നത്. ജയറാമും പറയുന്നുണ്ട് താനും ദിവ്യയെ കൊന്നിട്ടില്ല എന്ന്. ഞങ്ങൾ രണ്ടുപേരും നിരപരാധികളാണ്. ആ സമയത്ത് വിക്രം അവിടെ ഷെൽഫിൽ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അതിൽ ജയറാമിന്റെ കൂടെ മറ്റൊരു സ്ത്രീയും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ഇത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ജയറാം സാറിന്റെ ആദ്യത്തെ വൈഫാണെന്ന്. അവർ ക്യാൻസർ വന്ന് മരിച്ചുപോയി. അവരുടെ പേര് സരസ്വതി എന്നായിരുന്നു. അവരുടെയും ജയറാം സാറിന്റെയും മകനാണ് വിനോദ്. ഈ കുട്ടി ഇപ്പൊ എവിടെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെ തന്നെയുണ്ട്, മുകളിലത്തെ 3ാമത്തെ മുറിയില്. അത് കേട്ടതും വിക്രം ഒന്ന് ഞെട്ടി. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോഴും ആ കുട്ടി അവിടെ തന്നെയുണ്ട്. അയാൾ പെട്ടെന്ന് അവിടെ ഓടി ചെല്ലുന്നു. അവന്റെ സ്പെഷ്യൽ കിഡാണെന്ന് ആദ്യത്തെ പറയുന്നുണ്ട്. ഒരുപാട് ഡിപ്രഷനൊക്കെ ഉള്ള കുട്ടിയാണ്. അവന്റെ അമ്മ മരിച്ച ശേഷം അവൻ അങ്ങനെ ആരോടും അധികം സംസാരിക്കാറില്ല. എപ്പോഴും റൂമിനുള്ളിൽ തന്നെയായിരിക്കും. വിക്രം പോയി നോക്കുമ്പോൾ വിനോദാകട്ടെ തന്റെ മരിച്ചുപോയ അമ്മയുടെ ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു. വിക്രം അവനോട് കൂട്ടുകൂടാൻ ശ്രമിക്കുന്നുണ്ട്. നീ എന്നും രാത്രി എത്ര മണിക്കാ ഉറങ്ങുന്നതെന്ന് ചോദിക്കുന്നു. അവൻ പറയുന്നുണ്ട് 10:30 ഇന്ന് എത്ര മണിക്ക് ഉറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ 10:35 ഞാൻ ഉറങ്ങിയെന്ന് പറയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഈ 2 മണി കഴിഞ്ഞിട്ട് നീ ഉണർന്നിരുന്ന ചിത്രങ്ങൾ വരയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നുണ്ട് ഇടയ്ക്ക് ഡിസ്റ്റർബായി, അങ്ങനെ എന്റെ ഉറക്കം പോയി എന്ന്. എന്ത് ഡിസ്റ്റർബൻസ് നിനക്ക് ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട് താഴെ നിന്നും കുട്ടിയുടെ കരച്ചിൽ വല്ലാതെ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ഇറങ്ങി ചെന്നപ്പോ ആ കുഞ്ഞവിടെ ഒറ്റയ്ക്കിടന്ന് കരയുകയായിരുന്നു. താഴെ ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിയിട്ട് അവിടെ എങ്ങും തന്നെ ആരെയും കണ്ടില്ല. കുറച്ചുനേരം ഞാൻ അവിടെ നിന്നിട്ട് തിരിച്ചു മുകളിലേക്ക് കയറിപ്പോയി. പിന്നീട് എനിക്ക് കിടന്നിട്ട് ഉറക്കമേ വന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാനിരുന്നത്. അത് കേട്ടതും വിക്രം നേരെ ലക്ഷ്മിയുടെ നേരെ തിരിഞ്ഞു. കാരണം ഫുൾ ടൈം അവരിവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. വിനോദ് നോക്കിയപ്പോൾ ഇവിടെ ആരും ഇല്ലായിരുന്നു എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നീ എവിടെയായിരുന്നു എന്ന് ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ അടുത്താണ് എന്റെ വീട്, ഞാൻ ഇടയ്ക്ക് അങ്ങോട്ടൊന്ന് പോയി എന്ന്. നല്ല മഴയായ കാരണം വീട്ടില് ചോർച്ചയുണ്ട്. എന്റെ മകൾ മാനസ അവിടെ ഒറ്റയ്ക്കാണ്. അവൾ ഓക്കെ ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. ആ സമയത്തായിരിക്കും വിനോദ് താഴേക്ക് വന്നത്. അതാ എന്നെ അവൻ കാണാഞ്ഞത്. അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് രാംബാബുവിനെ ലക്ഷ്മിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. അയാള് പോയി ഈ ലക്ഷ്മിയുടെ മകൾ മാനസയെ കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരുന്നു. മാനസയോട് വിക്രം സംസാരിക്കുന്നുണ്ട്. അവൾ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ദിവ്യ മരിച്ച വിവരം മാനസയെ അറിയിച്ചതും അവളൊന്ന് ഞെട്ടി. നിന്റെ അമ്മയാണ് കൊന്നുകളഞ്ഞതെന്നാണ് ഇവിടെ ഞങ്ങൾക്ക് സംശയം. അവൾ ആകെ പേടിക്കുന്നു. അമ്മ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. നിന്റെ അമ്മയല്ല ചെയ്തതെന്ന് തെളിയിക്കണമെങ്കിൽ ഞങ്ങളോട് നീ സഹകരിക്കണം. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാമെന്ന് മാനസ പറയുന്നു. എന്നാൽ വിക്രം ഡയറക്റ്റ് ആയിട്ട് മാനസയോട് ചോദിക്കുന്നത് നീ എന്തിനാണ് ദിവ്യയെ കൊന്നതെന്നാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി. മാനസ എന്തിന് ദിവ്യയെ കൊല്ലണമെന്നായിരുന്നു അവരുടെ എല്ലാം ചിന്ത. എന്നാൽ വിക്രമാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ടൂത്ത് പിക്ക് എടുത്തുകൊണ്ടുവന്ന് മാനസയുടെ നഖങ്ങൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരുന്ന എന്തോ വസ്തുക്കൾ കുത്തിയെടുക്കുന്നുണ്ട്. അത് ലാബിൽ ടെസ്റ്റിന് വേണ്ടി അയക്കാൻ പറയുന്നു. കാരണം മാനസയാണ് ദിവ്യയെ കൊന്നതെങ്കിൽ ദിവ്യയുടെ ശരീരത്തിലുണ്ടായ മുറിവിൽ നിന്നും സ്കിൻ പാർട്ടിക്കിൾസ് മാനസയുടെ നഖങ്ങൾക്കുള്ളിൽ വന്നിരിക്കും. മാത്രമല്ല അവളെ കൊന്നതിന് മറ്റൊരു തെളിവ് കൂടി വിക്രമിന്റെ കയ്യിലുണ്ട്. അയാൾ ആദ്യം ദിവ്യയുടെ റൂമിലേക്ക് വന്നപ്പോ അവിടെ നിന്നും ചെറിയൊരു കല്ല് കിട്ടിയിരുന്നില്ലേ, അത് നമ്മുടെ മാനസയുടെ കമ്മലിൽ നിന്നും വീണതായിരുന്നു. മാത്രമല്ല മാനസയുടെ കഴുത്തിലും ദിവ്യയുടെ കഴുത്തിലും ഉണ്ടായിരുന്ന പോലെ പാടുകളുണ്ട്. അതായത് ദിവ്യ ചെറുക്കാൻ ശ്രമിച്ചപ്പോൾ മാനസയുടെ കഴുത്തിൽ ദിവ്യ മുറിവുകൾ ഉണ്ടാക്കിയതാണ്. എന്നാൽ മാനസയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ഈ കുറ്റം ഏറ്റെടുക്കുമെന്ന് വിക്രമിന് നന്നായിട്ടറിയാം. അത് അയാൾ അവിടെ വെച്ച് പറയുകയും ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ലക്ഷ്മി ഏറ്റെടുത്താൽ ലക്ഷ്മി ഒരുപാട് നാൾ ജയിലിൽ കിടക്കേണ്ടി വരും. നീയാണ് കുറ്റം ചെയ്തതെങ്കിൽ നീ അത് സമ്മതിച്ചു കഴിഞ്ഞാൽ നിനക്ക് കുറച്ചു നാൾ മാത്രം ജയിലിൽ കിടന്നാൽ മതി. കാരണം നീ മൈനറാണ്. വിക്രം വിചാരിച്ച പോലെ തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് അവളല്ല ഞാനാണ് ചെയ്തതെന്ന്. എന്നാൽ വിക്രം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്ന മാനസ പറയുന്നു ഒരിക്കലും അമ്മയല്ല ഞാൻ തന്നെയാണ് ചെയ്തത്. അമ്മ എനിക്ക് വേണ്ടി കുറ്റം ഏറ്റെടുക്കണ്ട എന്ന്. ഇനി മാനസ നടന്ന കാര്യങ്ങൾ പറയുന്നു. രാത്രിയിൽ മഴ പെയ്തപ്പോൾ ലക്ഷ്മിയാകട്ടെ മാനസയെ നോക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരുന്നു. വീടിനുള്ളിൽ എല്ലാം തന്നെ ചോരുന്നുണ്ടായിരുന്നു. അവരത് ശരിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാനസയോട് ലക്ഷ്മി പറയുന്നുണ്ട് ഇത് കുറച്ച് സമയമെടുക്കും, അവിടെ കുഞ്ഞൊറ്റയ്ക്കാ, നീ അങ്ങോട്ടേക്കൊന്ന് പോകാൻ. അങ്ങനെ മാനസ അമ്മയെ അവിടെ തന്നെ നിർത്തിയിട്ട് ദിവ്യയുടെ വീട്ടിലേക്ക് വരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് മുകളിൽ നിന്നും ദിവ്യയുടെ സൗണ്ട് അവൾ കേൾക്കുന്നത്. ദിവ്യ ലക്ഷ്മിയെ കുറെ നേരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷ്മി ഇവിടെ ഇല്ലാത്ത കാരണം തൽക്കാലം മാനസ ദിവ്യയുടെ റൂമിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് ഒരു ഗ്ലാസ്
ഗ്ലാസ് പൊട്ടിയിട്ട് ദിവ്യയുടെ കാലിൽ ചെറിയൊരു മുറിവ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിവ്യ ആ സമയത്ത് ലക്ഷ്മിയെ വിളിച്ചത്. ലക്ഷ്മിക്ക് പകരം മാനസ അവിടേക്ക് വന്നത് ദിവ്യക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ദിവ്യ ദേഷ്യത്തിൽ അവളോട് ചോദിക്കുന്നു. നിന്റെയൊക്കെ മുഖം കാണുന്നത് എനിക്ക് കലയാണെന്നും ദിവ്യ പറയുന്നു. മര്യാദയ്ക്ക് ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യാൻ പറയുന്നുണ്ട്. അവൾ ആ ഗ്ലാസ് സ്റ്റീലുകൾ ക്ലീൻ ചെയ്യുന്നതിന്റെ ഇടയ്ക്കും ദിവ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നിന്റെയൊക്കെ ജന്മങ്ങൾ നാണം കെട്ട ജന്മങ്ങളാണെന്നും കാശിന് വേണ്ടിയിട്ട് ആരുടെ കൂടെ വേണമെങ്കിലും കിടക്കും, നീ നിന്റെ അമ്മയൊക്കെ അത്രയ്ക്ക് വൃത്തികെട്ട ജന്മങ്ങളാണ്. അതും പറഞ്ഞ് അവളാകട്ടെ മാനസയെ ചവിട്ടി താഴേക്കിടുകയും ചെയ്യുന്നുണ്ട്. ദേഷ്യം വന്ന മാനസ ദിവ്യയുടെ മുഖത്തടിക്കുന്നു. തിരിച്ച് ദിവ്യയും മാനസയെ ഉപദ്രവിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലിക്കിടയിൽ മാനസയാകട്ടെ ദിവ്യയെ പിടിച്ച് പിറകിലേക്ക് തള്ളി. അവളുടെ തല പോയി ഭിത്തിയിലടിച്ച് ബോധരഹിതയെ അവളെ വീഴുകയാണ്. പേടിച്ചുപോയ മാനസ നേരെ തിരിച്ച് വീട്ടിലെത്തി ലക്ഷ്മിയോട് കാര്യങ്ങൾ പറയുന്നു. ലക്ഷ്മിയും മാനസയും തിരിച്ചെത്തി ദിവ്യയെ നോക്കുമ്പോഴാകട്ടെ അവൾക്ക് ജീവനുണ്ടായിരുന്നില്ല. തന്റെ മകള് ദിവ്യയുടെ മരണത്തിന് ഉത്തരവാദിയാണെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അവള് ജയിലിൽ പോകേണ്ടി വരുമെന്ന് പേടിച്ച ലക്ഷ്മിയാകട്ടെ അത് ആത്മഹത്യയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ദിവ്യയുടെ മൃതദേഹം അവിടെ കെട്ടിത്തൂക്കിയത്. മാനസയുടെ മനസ്സിൽ എപ്പോഴും ദിവ്യയെ കൊല്ലണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അതിനെന്താ കാരണമെന്ന് വിക്രം ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, സ്കൂളിൽ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയായിരുന്നിട്ട് പോലും എല്ലാ കുട്ടികളും അച്ഛനില്ലാത്തതിന്റെ പേരിൽ അവളെ കളിയാക്കുമായിരുന്നു. അങ്ങനെ നിരന്തരമായ കളിയാക്കൽ കാരണം അവൾ ഒരു ദിവസം ലക്ഷ്മിയോട് ചോദിക്കുന്നു തന്റെ അച്ഛൻ ആരാണെന്ന്. ലക്ഷ്മി അത് പറയാത്ത കാരണം സ്വന്തം കൈ മുറിക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ മാനസയുടെ അവസ്ഥ കണ്ടിട്ട് ഒടുവിൽ ലക്ഷ്മി കാര്യങ്ങൾ തുറന്നു പറയുന്നു. അവളുടെ അച്ഛൻ വേറെ ആരുമല്ല, ദിവ്യയുടെ ഹസ്ബൻഡ് ജയറാമ തന്നെയാണെന്ന്. ആ സത്യങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി മാനസയുടെ ഉള്ളിൽ പല ആഗ്രഹങ്ങളും തോന്നാൻ തുടങ്ങി. താനും തന്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ സുഖമായിട്ട് തനിക്കും കഴിയാമെന്നും മറ്റുള്ള കുട്ടികൾ തന്നെ കളിയാക്കില്ല എന്നും ദാരിദ്ര്യം നിറഞ്ഞ തന്റെ ജീവിതത്തിൽ നിന്നൊരു മോചനം കിട്ടുമെന്നും ഒക്കെ അവൾ പ്രതീക്ഷിച്ചു. അവൾ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുമ്പോഴും അവളുടെ മുന്നിൽ കാണുന്നത് ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന തന്റെ അമ്മയെ ദിവ്യ ഒരുപാട് ഉപദ്രവിക്കുന്നതും ശകാരിക്കുന്നതും ഒക്കെയായിരുന്നു. അമ്മയോടുള്ള ദിവ്യയുടെ പെരുമാറ്റം ഒട്ടും തന്നെ മാനസയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മാനസയുടെ മനസ്സിൽ ദിവ്യയോട് അത്രയധികം ദേഷ്യമുണ്ടായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ അവളെ കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നും മാനസ പറയുന്നു. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് ഫോറൻസിക് വിദഗ്ധരും പോലീസുകാരും എല്ലാം വരുന്നതും കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് മാനസയും ലക്ഷ്മിയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതുമാണ്. പിന്നീട് ഫോറൻസിക് റിപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിക്രം പോകുന്നുണ്ട്. അവിടേക്ക് ആദിത്യയും വരുന്നു. ആ ഡോക്ടറിനെ ആദിത്യക്കും പരിചയമുണ്ടായിരുന്നു. ഡോക്ടർ അവരോട് പറയുന്നുണ്ട് റിപ്പോർട്ട് കിട്ടാൻ കുറച്ച് വൈകും, കാരണം അത് മറ്റൊരിടത്തേക്ക് അയച്ചിരിക്കുകയാണെന്ന്. എന്നാൽ വിക്രമിനെ ആദ്യത്തേക്ക് ഞെട്ടിക്കുന്ന ചില വിവരങ്ങളായിരുന്നു ആ ഡോക്ടർ തുറന്നു പറയുന്നത്. ദിവ്യ മരിച്ചത് തലക്കേറ്റ ക്ഷതം കൊണ്ടല്ല. തലക്കേറ്റ ക്ഷതത്തിൽ അവളുടെ തലയുടെ ബാക്കിൽ ചെറിയൊരു പൊട്ടലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരാൾ മരിക്കില്ല. അവളുടെ ബോഡിയിൽ പോയിസൺ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, ഒരു റയർ കോമ്പൗണ്ട്. അതെന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിന്റെ ടെസ്റ്റിംഗ് റിസൾട്ട് കൂടി വന്നെങ്കിലേ ആ കോമ്പൗണ്ട് എന്താണെന്ന് മനസ്സിലാകൂ. ഇപ്പോഴത്തെ മെയിൻ ഇഷ്യൂ ദിവ്യയുടെ മരണത്തിന് കാരണക്കാരാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ലക്ഷ്മിയും മാനസയും നിരപരാധികളാണ്. ദിവ്യ മരിച്ചിരിക്കുന്നത് പോയിസൺ ഉള്ളിൽ ചെന്നാണ്. ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഞെട്ടിത്തെറിച്ച വിക്രമാദിത്യൻ നേരെ പോകുന്നത് ജയറാമിന്റെ അടുത്തേക്കായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ ജയറാമും വിനോദും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയിസൺ ഉള്ളിൽ ചെന്നാണ് ദിവ്യ മരിച്ചതെന്ന് ജയറാമിനോട് പറഞ്ഞതും ജയറാമും ആകെ ഷോക്കായിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയം വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന വിനോദിന്റെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നു. വിനോദ് മുകളിലേക്ക് ഓടിക്കയറി പോവുകയും ചെയ്യുന്നുണ്ട്. ഇവര് പിറകെ ഓടി. അവനൊരു ഷെൽഫിന്റെ ബാക്കിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു. എത്ര വിളിച്ചിട്ടും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. വിക്രം ആ റൂമെല്ലാം തന്നെ പരിശോധിക്കുന്നു. അത് അവന്റെ റൂമാണ്. വിക്രം ആ റൂമെല്ലാം തന്നെ പരിശോധിക്കുന്നു. 3 അറകളുള്ള ഷെൽഫായിരുന്നു. അതിൽ ഒരു അറയിൽ മാത്രമാണ് സാധനങ്ങൾ ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ അറ ഒഴിഞ്ഞു കിടക്കുന്നു. മൂന്നാമത്തത് അടിച്ചിട്ടിരിക്കുകയാണ്. ഇതിന്റെ കീ എവിടെയെന്ന് വിക്രം ചോദിക്കുമ്പോൾ അത് കുറെ നാളു മുമ്പ് നഷ്ടപ്പെട്ടു പോയതാ, അതിൽ സാധനം ഒന്നും തന്നെയില്ല, ഈ 2 അറകൾ മാത്രമാണ് വിനോദ് യൂസ് ചെയ്യുന്നതെന്നും പറയുന്നു. എന്നാൽ ഷെൽഫിന്റെ പുറത്ത് നോക്കിയപ്പോൾ വിക്രമിന് മനസ്സിലായി ഉള്ളിൽ സാധനങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന്. കാരണം ഉള്ളിൽ സാധനങ്ങൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും കേൾക്കുന്ന സൗണ്ട് ഡിഫറന്റ് ആയിരിക്കും. വിക്രം അവിടെ എല്ലാം തന്നെ പരിശോധിക്കുന്നു. വിനോദിന്റെ അമ്മയുടെ ഒരു ചിത്രം ആ ചുവരിലുണ്ടായിരുന്നു. അതിന്റെ ബാക്കിലായിട്ട് വിനോദ ഷെൽഫിന്റെ താക്കോല് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വിക്രം അതെടുത്ത് ആ ഷെൽഫ് തുറക്കുന്നു. അതിനുള്ളിൽ നിറയെ വിനോദിന്റെ അമ്മയുടെ സാരിയും അവരുടെ ഓർമ്മകളുമായിരുന്നു. എന്നാൽ ആ സാരികൾക്കിടയിൽ നിന്നും ഒരു കുപ്പിയിൽ എന്തോ ഒരു ദ്രാവകം വിക്രമിന് കിട്ടുന്നുണ്ട്. ജയറാമും ആദിത്യയും ചേർന്നിട്ട് അപ്പോഴും വിനോദിനെ പുറത്തേക്കിറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ ആ മൂലയ്ക്ക് തന്നെ ഇരിപ്പായിരുന്നു. വിക്രം പറയുന്നുണ്ട് ഈ ഒരു ഷെൽഫിലുള്ളത് വിനോദിന്റെ അമ്മയുടെ ഓർമ്മകളാണ്, പക്ഷെ ഈ ഒരു കുപ്പി ഒഴിച്ചു മാത്രം. അയാൾ അതിലുള്ള ദ്രാവകം ആ അടപ്പിലേക്ക് ഒഴിച്ചിട്ട് ജയറാമിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് അത് കുടിക്കാൻ ആവശ്യപ്പെടുന്നു. ജയറാമിനെ സംബന്ധിച്ച് അതെന്താണെന്ന് അറിയില്ല. ജയറാം അതെടുത്ത് കുടിക്കാൻ തുടങ്ങിയതും അത്രയും നേരം അവിടെ ഇരുന്ന വിനോദ് പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് അയാളുടെ കയ്യിൽ നിന്ന് അത് തട്ടിക്കളയുന്നു. ജയറാം അവനോട് ചോദിക്കുന്നുണ്ട് ഇത് എന്താണെന്ന്. എല്ലാവരും മാറി മാറി ചോദിക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട് അത് മരണമാണെന്ന്. അതായത് ദിവ്യയ്ക്ക് പോയിസൺ കൊടുത്തത് വിനോദാണ്. ഇനിയാണ് ആ കാര്യങ്ങൾ കാണിക്കുന്നത്. അന്ന് രാത്രി കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് വിനോദ് ഉണർന്ന് താഴേക്ക് പോയിരുന്നില്ലേ? ആ സമയത്ത് കുറച്ച് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദിവ്യ ലക്ഷ്മിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി അവിടെ ഇല്ലാത്ത കാരണം വിനോദ് ആ അവസരം മുതലെടുത്ത് അവിടെ ഉണ്ടായിരുന്ന ജ്യൂസ് എടുത്തിട്ട് അതിൽ ഈ വിഷം കലർത്തുന്നു. എന്നിട്ട് അവൻ അത് കൊണ്ടുപോയി ദിവ്യക്ക് കൊടുത്തു. ലക്ഷ്മിക്ക് പകരം വിനോദ് എന്താവുന്നതെന്ന് ദിവ്യ ആദ്യം ഒന്ന് ചിന്തിച്ചെങ്കിലും അവൻ കൊണ്ടുവന്ന ജ്യൂസ് ദിവ്യ കുടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു മാനസ അവിടേക്ക് വന്നതും ദിവ്യയുമായിട്ട് വഴക്കുണ്ടാക്കിയതും അവളെ പിടിച്ച് തള്ളിയതും എല്ലാം തന്നെ. മാനസയും ലക്ഷ്മിയും വിചാരിച്ചു അവര് കാരണമാണ് ദിവ്യ മരിച്ചതെന്ന്. എന്നാൽ അതിനു മുന്നേ തന്നെ വിനോദ്
കൊടുത്ത വിഷം ദിവ്യ കഴിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്തിനാ അത് ചെയ്തതെന്ന് വിക്രം വിനോദിനോട് ചോദിക്കുമ്പോൾ വിനോദ് പറയുന്നുണ്ട് ആ സ്ത്രീ ഒരു ഡെവളായിരുന്നു എന്ന്. വിനോദിന് അവന്റെ അമ്മയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അമ്മയും അച്ഛനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് പലപ്പോഴും അവൻ കാണാറുണ്ട്. അപ്പോഴൊക്കെ അവൻ പേടിച്ച് ഒളിച്ചിരിക്കും. ഒരു ദിവസം ജയറാമും സരസ്വതിയും ചേർന്ന് വഴക്കുണ്ടാക്കുമ്പോൾ സരസ്വതി പറയുന്നുണ്ട് നിങ്ങളെപ്പോൾ ഒരാളുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന്. എന്നാ നിനക്ക് പോയി ചത്തൂടെന്ന് ദേഷ്യത്തിൽ അയാൾ പറഞ്ഞപ്പോൾ ഈ വിഷം കഴിച്ച് ഞാൻ ചാവാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവരൊരു കുപ്പി കയ്യിലേക്ക് എടുത്തതും ജയറാം അത് തട്ടിക്കളയുന്നു. ആ കുപ്പി ഉരുണ്ടുപോയി വീഴുന്നത് നമ്മുടെ വിനോദിന്റെ അടുത്തായിരുന്നു. അവൻ അതെടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നു. അമ്മ ഇത് കുടിച്ച് മരിക്കുമോ എന്ന് അവന് പേടിയുണ്ടായിരുന്നു. അവൻ സരസ്വതിയോട് പറയുന്നുണ്ട് ഒരു കാരണവശാലും അമ്മ എന്നെ വിട്ടിട്ട് പോകരുത്, അമ്മ മരിക്കരുത് എന്നൊക്കെ. ജയറാമിനുള്ള ദേഷ്യത്തിൽ താൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വിനോദ് ഒറ്റയ്ക്കാകുമെന്ന് മനസ്സിലാക്കിയ അവരാകട്ടെ പിന്നീട് മരണത്തെപ്പറ്റി ചിന്തിച്ചില്ല. പക്ഷെ അവരുടെ ശരീരം അവരെ ചതിച്ചു. അവർക്ക് ക്യാൻസർ വന്നു. അവരുടെ മരണശേഷം വിനോദ് ഒറ്റയ്ക്കായി. ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരുന്ന അവന്റെ അടുത്തേക്ക് ജയറാം അവന്റെ പുതിയ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. ജയറാം ദിവ്യ വിവാഹം കഴിച്ചുകൊണ്ട് വന്നെങ്കിലും ദിവ്യ ഒരിക്കലും വിനോദിന് അമ്മയായില്ല. അവൾ വിനോദിനെ എപ്പോഴും ശകാരിക്കുമായിരുന്നു. ദിവ്യയുടെ കുട്ടിയുടെ അടുത്തേക്ക് വിനോദ് വരുന്നത് പോലും ദിവ്യ തടഞ്ഞു. നിരന്തരമായിട്ടുള്ള അവളുടെ ആ ഒരു പെരുമാറ്റം വിനോദിന്റെ ഉള്ളില് ദിവ്യയോട് ദേഷ്യം തോന്നാൻ കാരണമായി. അതുകൊണ്ടാണ് അവൻ ദിവ്യയ്ക്ക് വിഷം കൊടുത്തത്. ഇനി ഈ കേസ് സോൾവ് ആയി യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തിയ സ്ഥിതിക്ക് വിനോദിനെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കുന്നു. പക്ഷേ സ്റ്റേഷനിൽ തിരിച്ചെത്തിയ വിക്രമിന് വീണ്ടും ഡോക്ടറിന്റെ കോള് വരുന്നു. ഫോറൻസിക് റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. ദിവ്യയുടെ ബോഡിയിൽ ഇവര് കണ്ടെത്തിയ ആ സബ്സ്റ്റൻസ് യഥാർത്ഥത്തിൽ വിനോദ് കൊടുത്ത പോയിസൺ ആയിരുന്നില്ല. വിനോദ് പോയിസൺ ആണെന്ന് പറഞ്ഞു കൊടുത്തത് ബ്രോങ്കൈറ്റിസിനുള്ള മെഡിസിൻ ആയിരുന്നു. ആ മെഡിസിൻ ഓവറായിട്ട് കഴിച്ചാലും വോമിറ്റിംഗോ ലൂസ് മോഷനോ ഒക്കെ വരാം. കൂടിപ്പോയ ഒരു പേഷ്യന്റ് കോമയിലേക്ക് പോകും, പക്ഷെ ഒരിക്കലും മരിക്കില്ല. ദിവ്യയുടെ കേസിൽ അവളുടെ ബോഡിയിൽ നിന്നും റെയർ ആയിട്ടുള്ള ഡ്രഗ് ആണ് കണ്ടെടുത്തിരിക്കുന്നത്. അതങ്ങനെ ഈസി ആയിട്ട് ഒരിക്കലും കിട്ടില്ല. അതൊരു സ്ലോ പോയിസൺ ആണ്. ശരീരത്തിൽ ചെന്നു കഴിഞ്ഞാൽ 4-5 മണിക്കൂറുകൾ കഴിഞ്ഞേ മരണം സംഭവിക്കൂ. ഏറ്റവും വലിയ അതിശയിപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ഈ ഡ്രഗ് പോസ്റ്റ്മോർട്ടത്തിൽ പോലും കണ്ടെത്താൻ സാധിക്കില്ല എന്നതാണ്. ആ സമയത്ത് വിക്രമിന് വീണ്ടും ജയറാമിന്റെ കോള് വരുന്നു. അയാൾ പെട്ടെന്ന് ടെൻഷനായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ആദിത്യയും അയാളുടെ കൂടെ പോയി. അവിടെ ചെല്ലുമ്പോഴാണ് ജയറാമ തന്റെ അയൽവാസിയെ പരിചയപ്പെടുത്തുന്നത്. അയാൾ ദിവ്യ മരിച്ച ദിവസം ദിവ്യയുടെ വീടിന്റെ അടുത്തായിട്ട് ഒരു സ്ട്രേഞ്ചറിനെ കണ്ടു എന്നാണ് പറയുന്നത്. അയാൾ ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോഴായിരുന്നു അത് കണ്ടത്. ഡൽഹിയിൽ നിന്ന് അയാൾ ഇപ്പോൾ തിരിച്ചു വന്നപ്പോഴാണ് ദിവ്യയുടെ മരണം അയാൾ അറിയുന്നത്. അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ ഇപ്പോൾ വന്ന് പറയുന്നത്. അന്ന് രാത്രി നല്ല മഴയും ഇരുട്ടുമായത് കാരണം ആ വ്യക്തിയുടെ മുഖം കണ്ടില്ല. റെയിൻകോട്ടും ക്യാപ്പും ധരിച്ചിരുന്നു എന്ന് അയാൾ പറയുന്നു. ആ വ്യക്തിയെക്കുറിച്ച് മറ്റെന്തെങ്കിലും അറിയാവോ എന്ന് വിക്രം അയാളോട് ചോദിക്കുന്നു. എന്നാൽ അയാൾ പറയുന്നുണ്ട് കൂടുതലായിട്ട് ഒന്നും തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ എന്റെ ടെറസിൽ ഒരു CCTV ക്യാമറയുണ്ട്, ചിലപ്പോൾ അതിൽ ക്യാപ്ചർ ആയിട്ടുണ്ടാകുമെന്ന്. അങ്ങനെ അവർ അത് പരിശോധിക്കുന്നു. അതിലാകട്ടെ റെയിൻകോട്ടും ക്യാപ്പും ധരിച്ച ഒരു വ്യക്തി ദിവ്യയുടെ വീടിന്റെ ബാക്കിൽ സൺഷെയ്ഡിലൂടെ വലിഞ്ഞ് മുകളിലേക്ക് കയറി ദിവ്യയുടെ റൂമിനുള്ളിൽ കയറുകയും കുറച്ചുനേരം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതുമാണ് കാണുന്നത്. ആ വ്യക്തിയുടെ മുഖം വ്യക്തമായിരുന്നില്ല. ഏകദേശം ജയറാമിന്റെ ഹൈറ്റ് ഉണ്ടാകും ആ വ്യക്തിക്ക്. കൊലയാളിയെ കിട്ടി കേസ് ക്ലോസ് ചെയ്യുന്നതും വരെ നിങ്ങൾ ആരും സിറ്റി വിട്ടു പോകാൻ പാടില്ല എന്ന് വിക്രം എല്ലാവരോടും പറയുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ വിക്രം ഇവരെ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്. കോൾ റെക്കോർഡ്സ് എല്ലാം തന്നെ എടുക്കുന്നു. അയാൾ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോകുന്നതും കാണിക്കുന്നു. അത് കഴിഞ്ഞ് യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വിക്രം തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് പെട്ടെന്ന് അയാൾക്കൊരു കോള് വരുന്നു. ആകെ ദേഷ്യം വന്ന അയാളാകട്ടെ പെട്ടെന്ന് രാംബാബുവിനെ വിളിച്ചുകൊണ്ട് നേരെ പോകുന്നത് ആ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു. ആ ഡോക്ടറെ വിളിച്ചിട്ടാണ് അയാൾ അവിടേക്ക് വന്നത്. അവിടെ ചെറിയൊരു തീപിടുത്തം ഉണ്ടായി. ആരോ മനഃപൂർവ്വം തീയിട്ടതാണ്. ഉണ്ടായിരുന്ന റിപ്പോർട്ടുകളും തെളിവുകളും എല്ലാം തന്നെ നശിച്ചിരിക്കുന്നു. അതിനിടയിൽ നിന്നും വിക്രമിന് ഒരു ചെറിയ കഷ്ണം പേപ്പർ കിട്ടുന്നുണ്ട്. അത് നോക്കിയപ്പോൾ അതിലുണ്ടായിരുന്നത് ആദിത്യയുടെ ഐഡിയ ആയിരുന്നു. കുറ്റവാളി ആരാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം നേരെ ആദിത്യയെ തേടി പോകുന്നു. സംശയത്തോടു കൂടി രാംബാബുവും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. വിക്രം ആദിത്യയുടെ വീടിനുള്ളിലേക്ക് കയറി. ആ സമയത്ത് അവിടെ TV ഓൺ ആയിരുന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്ന കപ്പ് അവിടെ ഇരിപ്പുണ്ട്. എന്നാൽ ആദിത്യ അവിടെയെങ്കിലും കാണുന്നില്ല. വിക്രം അവിടെയെല്ലാം പരിശോധിക്കാൻ ആരംഭിച്ചു. ഈ കേസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ആദിത്യ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് വിക്രം കാണുന്നുണ്ട്. വിക്രം അതെല്ലാം വന്ന് പരിശോധിക്കുമ്പോൾ ബാക്കിലൂടെ വന്ന് ആദിത്യ വിക്രമിനെ ആക്രമിക്കുന്നു. അങ്ങനെ അവര് തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കുകയാണ്. അവസാനം ഫൈറ്റിന് ശേഷം ബോധം വരുമ്പം വിക്രമിനെ കെട്ടിയിട്ട നിലയിലായിരുന്നു. ആദിത്യ വിക്രമിനോട് സംസാരിക്കുകയാണ്. നീ നല്ല ബുദ്ധിമാനാ, ഇത്രയും സ്മാർട്ടായിട്ട് നടത്തിയ കൊലപാതകം നീ സോൾവ് ചെയ്തിരിക്കുന്നു. വിക്രം അവനോട് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ദിവ്യ കൊന്ന പോലെ നീ എന്നെയും കൊല്ലാനാണോ പ്ലാൻ എന്ന്. എന്നാൽ ചിരിച്ചുകൊണ്ട് ആദിത്യ പറയുന്നു, നമ്മുടെ കഥയിലെ ട്വിസ്റ്റ് അതല്ല, ദിവ്യയെ കൊന്നത് ഞാനല്ലോ നീയല്ലേ. ഇവിടെയാണ് ഈ മൂവിയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. ദിവ്യ യഥാർത്ഥത്തിൽ കൊന്നത് വിക്രം തന്നെയാണ്. തന്റെ രഹസ്യം പുറത്തായി ഞെട്ടലിലായിരുന്നു വിക്രം. ഇനിയാണ് കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നത്. ആദ്യം ഒന്നും തന്നെ ആദിത്യക്ക് വിക്രമിനെ സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷെ എപ്പോഴാണ് ആ CCTV ഫുട്ടേജ് കണ്ടത്, കൊലയാളി വീടിന് പുറത്തുള്ള ആളാണ്. കൊലയാളിക്കും ദിവ്യയ്ക്കും എന്തോ കണക്ഷൻ ഉണ്ട്. ആ സമയം ആദിത്യ അയാളുടെ സ്വന്തം ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. ദിവ്യ അയാളുടെ ബ്രദറിന്റെ വൈഫാണെന്ന് മാത്രമേ അയാൾക്ക് അറിയൂ. ദിവ്യയെ കുറിച്ച് വേറെ ഒന്നും തന്നെ അറിയില്ല. ദിവ്യയുടെ പൂർവ്വകാലം അറിയാൻ വേണ്ടിയിട്ട് ദിവ്യ പഠിച്ചു വളർന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ അയാൾ കണ്ടുമുട്ടിയ ഒരു സ്ത്രീയാകട്ടെ ദിവ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോക്സ് ആദിത്യയെ കാണിക്കുന്നുണ്ട്. അതിൽ ദിവ്യയുടെ കുറച്ച് പഴയ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ വിക്രം ദിവ്യക്ക് എഴുതിയൊരു കത്തും ഉണ്ടായിരുന്നു. വിക്രമിന്റെ പേര് കണ്ടതോടുകൂടി ആദിത്യക്ക് മനസ്സിലായി ഈ കേസ് അന്വേഷിക്കുന്ന വിക്രം തന്നെയായിരിക്കും അതെന്ന്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ആദിത്യ വിക്രമിനെ പിന്തുടരാൻ തുടങ്ങി. ദിവ്യയുടെ ബോഡിയിൽ നിന്നും ആ ഡ്രഗ്സ് കണ്ടെടുത്തു എന്ന് അറിഞ്ഞതോടുകൂടി വിക്രമിന്റെ മുഖത്ത് വന്ന ഭാവമാറ്റം എല്ലാം തന്നെ ആദിത്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. വിക്രം ആ വാച്ചിന്റെ കടയിൽ പോയതെല്ലാം തന്നെ ആദിത്യ കാണുന്നുണ്ടായിരുന്നു. അവിടെ പോയി അന്വേഷിക്കുമ്പോൾ
നോക്കുമ്പോൾ തന്റെ വാച്ചിന്റെ ക്രൗൺ മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു വിക്രം അവിടെ വന്നതെന്ന് അയാൾക്ക് മനസ്സിലായി. മാത്രമല്ല ദിവ്യ മരിച്ച സമയത്ത് വിക്രം ആ വീട്ടിലേക്ക് വന്നപ്പോഴും ആദിത്യ വിക്രമിനെ കണ്ടപ്പോഴും എല്ലാം തന്നെ വിക്രമിന്റെ കയ്യിലെ വാച്ചില് സമയം നിന്നു പോയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ടൈം നോക്കാൻ വേണ്ടിയിട്ട് വിക്രം ചുവരിലുള്ള ക്ലോക്കിലേക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അത് ആദിത്യ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. വിക്രമിന്റെ വാച്ച് ഏത് ടൈമിലാണോ നിന്നുപോയത് ഏകദേശം ആ ടൈമിൽ തന്നെയായിരുന്നു ആ കൊലയാളി ആ വീട്ടിൽ വന്നിട്ട് ഇറങ്ങിപ്പോയതും. ദിവ്യയുടെ വീടിന്റെ പിറകുവശത്തെല്ലാം തന്നെ പരിശോധിക്കുന്നതിൽ നിന്നും വിക്രമിന്റെ വാച്ചിൽ നിന്ന് ഊരിപ്പോയ ക്രൗൺ പാർട്ട് ആദിത്യക്ക് ലഭിക്കുന്നു. അതിൽ എന്തോ ഒരു സബ്സ്റ്റൻസ് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടായിരുന്നു. അയാൾ അത് ടെസ്റ്റിന് വേണ്ടി അയച്ചു. അതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ അതൊരു റെയർ ആയിട്ടുള്ള ഡ്രഗ് ആയിരുന്നു. അതായത് ദിവ്യയുടെ ബോഡിയിൽ കണ്ട അതേ ഡ്രഗ് തന്നെ. ദിവ്യയുടെ ബ്ലഡിന്റെ സാമ്പിളും ആ ഒരു ക്രൗൺ പാർട്ടിൽ നിന്നും അയാൾ കണ്ടെടുത്തു. അതൊരു വില കൂടിയ വാച്ച് ആയതുകൊണ്ട് തന്നെ ഷോപ്പിൽ നിന്നും അത് വാങ്ങുന്ന സമയത്ത് ഏത് പാർട്ട് ഏത് വാച്ചിന്റേതാണെന്നും ആ വാച്ച് വാങ്ങിയത് ആരാണെന്നും എല്ലാം ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും ആ കടയിലുണ്ടാകും. അങ്ങനെ വിക്രമിനെതിരെ ശക്തമായ തെളിവ് തന്നെ ആദിത്യക്ക് ലഭിച്ചു. അന്ന് രാത്രി ദിവ്യയെ കൊന്ന ശേഷം സ്റ്റേഷനിലേക്ക് കോള് വരുന്നിടം വരെ വിക്രം വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവസാനം കോള് വന്ന് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ദിവ്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ദിവ്യയുടെ ബോഡി കട്ടിലായിരുന്നു കിടക്കേണ്ടത്. എന്നാൽ അത് തൂങ്ങി നിൽക്കുന്നത് കണ്ടതോടുകൂടി വിക്രമിന് മനസ്സിലായി ഈ കേസിൽ മറ്റാരോ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അതാരാണെന്ന് കണ്ടെത്തി ഈ മരണം അയാളുടെ മേൽ വെച്ച് കെട്ടാനായിരുന്നു വിക്രമിന്റെ പ്ലാൻ. പക്ഷേ ആ കഥയിലേക്ക് എപ്പോഴാണോ ആദിത്യ കടന്നു വന്നത് അതോടുകൂടി വിക്രം ഒന്ന് പേടിച്ചു. കാരണം ആദിത്യ NIA ഉദ്യോഗസ്ഥനായിരുന്നല്ലോ. എപ്പോഴാണോ ദിവ്യയുടെ ബോഡിയിൽ നിന്ന് ആ ഡ്രഗ് കിട്ടിയത് CCTV ഫൂട്ടേജിൽ മറ്റൊരു കില്ലർ ഉണ്ടെന്ന് മനസ്സിലായത് ആ ടൈമിൽ തന്നെ വിക്രം കുടുങ്ങിയെന്ന് ഏകദേശം വിക്രമിന് മനസ്സിലായി. അതുകൊണ്ട് ആദിത്യയെ ഈ കേസിൽ കൊടുക്കാൻ വിക്രം പ്ലാൻ ഇടുകയായിരുന്നു. വിക്രം അങ്ങനെ ചെയ്യുമെന്ന് ആദിത്യക്ക് ഏകദേശം ഉറപ്പുണ്ടായത് കൊണ്ട് തന്നെ ആദിത്യ എല്ലാ കാര്യങ്ങളും രാംബാബുവിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിക്രം തന്നെയാണ് കൊലയാളിയെന്നും അയാള് എന്റെ മേൽ കൊല കെട്ടിവെക്കാൻ നോക്കുമെന്നും ആ ഒരു ഘട്ടം എത്തുമ്പോൾ നിങ്ങളത് മനസ്സിലാക്കണമെന്നും രാംബാബുവിനോട് ആദിത്യ പറയുന്നു. ആദിത്യ പറഞ്ഞ പോലെ തന്നെ നടന്നു. ആ ഒരു ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ തീ വെച്ചത് വിക്രം തന്നെയാണ്. എന്നിട്ട് അത് ചെയ്തത് ആദിത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് അയാളുടെ ID അടങ്ങുന്ന ആ ഒരു പേപ്പർ അവിടെ കത്തിച്ചിട്ടു. വിക്രം അത് കണ്ടെടുത്തിട്ട് കൊലയാളി ആദിത്യയാണെന്ന് പറഞ്ഞപ്പോൾ രാംബാബു ഞെട്ടാൻ കാരണവും അത് തന്നെയായിരുന്നു. കാരണം ആദിത്യ പറഞ്ഞ പോലെ തന്നെ നടന്നിരിക്കുന്നു. അതുകൊണ്ട് തെളിവുകളെല്ലാം തന്നെ നിനക്ക് എതിരാണെന്നും നീ കൊല ചെയ്തതിന്റെ എല്ലാ തെളിവുകളും ഈ ഫയലിലുണ്ടെന്നും ആദിത്യ പറയുന്നു. മാത്രമല്ല ഇപ്പോൾ ഈ ഇന്റർഗേഷൻ നടക്കുന്നത് പോലും NIAയുടെ ഓഫീസിലാണ്. ഇവിടെ എല്ലാം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരും. അതിനു മുൻപ് എന്തിനാണ് നീ ദിവ്യ കൊന്നതെന്ന് എനിക്കറിയണം. ഇനിയാണ് ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. വിക്രമിന്റെ കുട്ടിക്കാലം വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. ഒരു ചേരിയിലായിരുന്നു അവൻ താമസിച്ചിരുന്നത്. പട്ടിണിയും പരിവട്ടവും തന്നെ. ഒരു നേരത്തെ ആഹാരം പോലും മര്യാദയ്ക്ക് കിട്ടിയിരുന്നില്ല. ലൈഫിൽ എന്തെങ്കിലും ആയിത്തീരണമെങ്കിൽ അത് സ്റ്റഡീസിലൂടെ മാത്രമേ നടക്കൂ എന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ആ കഷ്ടപ്പാടിലും അവൻ നന്നായിട്ട് പഠിച്ചു. അവൻ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുനാൾ കഴിഞ്ഞപ്പോ അവന്റെ അമ്മ മരിച്ചുപോയി. അങ്ങനെ അവൻ ഒറ്റയ്ക്കായി. എന്നിട്ടും ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് അവൻ അവന്റെ പഠനം കംപ്ലീറ്റ് ചെയ്തു. അനാഥനായിരുന്ന അവന്റെ ലൈഫിലേക്ക് അനാഥയായ ഒരു പെൺകുട്ടി കൂടി കടന്നു വന്നു. അവളായിരുന്നു ദിവ്യ. അവർ അഗാധമായ പ്രണയത്തിലായിരുന്നു. അതിനിടയ്ക്കാണ് പോലീസിലേക്ക് വിക്രമിന് സെലക്ഷൻ കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ദിവ്യയായിരുന്നു. അവൻ ട്രെയിനിങ് എല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു ഓഫീസറായി മാറി. അവനിൽ ഇംപ്രസ് ആയ അവന്റെ ഒരു സീനിയർ ഓഫീസർ ആകട്ടെ അവനോട് കൂടുതൽ അടുക്കാൻ തുടങ്ങിയിരുന്നു. അയാൾ ഒരു ദിവസം അവനോട് പറയുന്നു, നിന്നെപ്പോലൊരു നല്ല വ്യക്തിയെ ഞാൻ എന്റെ മരുമകനാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. അയാളുടെ മകളെ കൊണ്ട് ഇവനെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു അയാളുടെ തീരുമാനം. അത്രയും നല്ലൊരു അവസരം തട്ടിക്കളയാൻ അവന് തോന്നിയില്ല. അയാളോട് നോ പറയാനും അവന് തോന്നിയില്ല. ആ നിമിഷം ദിവ്യയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചിട്ട് അയാളുടെ മകളെ അവൻ വിവാഹം കഴിക്കുകയാണ്. പക്ഷെ എന്നാലും ദിവ്യ ഉപേക്ഷിച്ചതിലുള്ള കുറ്റബോധം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അതെല്ലാം മറക്കാൻ വേണ്ടിയിട്ട് അവൻ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അങ്ങനെ അവന്റെ വൈഫ് പ്രഗ്നന്റ് ആയി. ഒരു ദിവസം അവനൊരു നമ്പറിൽ നിന്നും കോള് വരുന്നു. അത് ദിവ്യയുടെ കോളായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം അവളുടെ സൗണ്ട് കേട്ട് വിക്രം ആദ്യം ഒന്ന് പേടിച്ചു. ടിവിയില് അവൻ ഒരുപാട് കേസുകൾ തെളിയിച്ച ന്യൂസ് ഒക്കെ കണ്ടിരുന്നു. അത് കണ്ടിട്ടാണ് അവള് വിളിച്ചത്. അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയെന്ന് അവള് പറയുന്നുണ്ട്. ഇവര് സംസാരിക്കുന്നതിനിടയ്ക്ക് അവന്റെ വൈഫിന്റെ സൗണ്ട് അവള് കേൾക്കുന്നു. അവർ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് ദിവ്യക്ക് മനസ്സിലായി. ഇവിടെ ദിവ്യയുടെ ജീവിതം ജയറാമിന്റെ കൂടെ ഒട്ടും നന്നായിരുന്നില്ല. അവൾ അവനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നീ എന്നെ ഉപേക്ഷിച്ചു പോയതെന്ന്. വിക്രമിന് അവൾക്ക് കൊടുക്കാൻ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. അവന്റെ വൈഫ് വന്ന കാരണം പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. പിന്നീട് അവൾ വിളിക്കില്ല എന്ന് അവൻ വിചാരിച്ചെങ്കിലും നിരന്തരം ദിവ്യയാകട്ടെ അവനെ വിളിച്ച് ശല്യം ചെയ്യാൻ തുടങ്ങി. നീ എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണം, നമുക്ക് എവിടെയെങ്കിലും പോയി ജീവിക്കാം, നീ നിന്റെ ഭാര്യ ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പലതവണ വിക്രം അവളോട് തന്നെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും ദിവ്യ കേട്ടില്ല. നിരന്തരമായിട്ടുള്ള അവളുടെ കോളുകൾ വിക്രമിനെ ശല്യപ്പെടുത്താൻ തുടങ്ങി. ഒടുവിൽ പിന്നീട് അങ്ങോട്ട് ദിവ്യ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. അവന്റെ വൈഫിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന് പറഞ്ഞിട്ട്. അവളുടെ ഭീഷണി കൂടി വന്നതോടുകൂടി ഇനി അവളെ കൊല്ലുകയല്ലാതെ വേറെ നിർവാഹമില്ല എന്ന് വിക്രമിന് തോന്നി. അതുകൊണ്ടാണ് അവൻ ആ ഒരു പ്ലാൻ ഇട്ടത്. മുൻപ് താനൊരു കേസിൽ പിടിച്ച ഡ്രഗ്സിൽ നിന്നും ഒരു ഡ്രഗ്സിന്റെ കുപ്പിയെടുത്ത് അതിനുള്ളിലേക്ക് തന്റെ വാച്ചിന്റെ ക്രൗൺ പാർട്ടികൾ ഇറക്കുന്നു. ആ ഡ്രഗ്സ് അതിലെല്ലാം തന്നെ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്റെ വാച്ചിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ദിവ്യയുടെ അടുത്തേക്ക് എത്തി. അവിടെ അവർ ഒരുമിച്ച് സംസാരിച്ച് നമുക്കിവിടെ നിന്നും പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുമ്പോഴാണ് ദിവ്യ അറിയാതെ അത് അവൻ തന്റെ വാച്ചിൽ നിന്ന് ഊരിയെടുത്ത് ദിവ്യയുടെ ശരീരത്തിലേക്ക് ചെറുതായിട്ട് അമർത്തുന്നത്. വലിയ വേദനയൊന്നും ഉണ്ടാക്കാത്ത കാരണം ദിവ്യ അത് ശ്രദ്ധിച്ചില്ല. കുറച്ചുനേരം ദിവ്യ ഉറക്കത്തിലായിരുന്നു. അവൻ അവളുടെ അടുത്തു നിന്നും ഇറങ്ങി പോകാൻ നേരത്ത് അവളാകട്ടെ അവനോട് പറയുന്നുണ്ട്, നിനക്ക് നമ്മുടെ കുഞ്ഞിനെ കാണണ്ടേ എന്ന്. ഇവിടെയാണ് ഈ മൂവിയിലെ അടുത്ത ട്വിസ്റ്റ്. യഥാർത്ഥത്തിൽ ദിവ്യ പ്രസവിച്ച ആ കുട്ടി വിക്രമിന്റെ കുട്ടിയായിരുന്നു. വിക്രം
ശരൺ ദിവ്യ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് അവൾ പ്രഗ്നന്റ് ആയിരുന്നു. അതുകൊണ്ടായിരുന്നു ദിവ്യയെ ചതിച്ചതിൽ അവൻ ഇത്രയധികം കുറ്റബോധവും. പിന്നീട് കാണിക്കുന്നത് വിക്രമനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതാണ്. അവൻ തന്റെ മുന്നിൽ ദിവ്യ വന്നിരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അവൾ അവനോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ഒന്നായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം എത്ര നന്നായിരുന്നേനെ എന്ന്. അവന്റെ കൂടെ സന്തോഷമുള്ളൊരു ജീവിതമായിരുന്നു അവൾ ആഗ്രഹിച്ചിരുന്നത്. ജയറാമിന്റെ കൂടെ ഒരിക്കലും അവൾക്കത് കിട്ടിയില്ല. ഇവിടെയാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.